എത്ര വട്ടം പറയാം, ഈ കൊളുത്താണ് പറയുന്നത്. കൊളുത്ത് എവിടെയാന്നാ ഞാനും ചോദിക്കുന്നത്. ഒന്ന് പിടിച്ചേ. ദേ, ആ കൊളുത്ത് കാണുന്നില്ല? ആ, അത് പതുക്കെ തള്ളിയാൽ പെട്ടിയുടെ പിൻഭാഗം തുറക്കും. മനസ്സിലായോ? എന്നിട്ട് അതിലൂടെ ആരും കാണാതെ പതുക്കെ പുറത്തിറങ്ങണം. സ്റ്റേജിലൊരു വിടവ് കാണും, അതിലൂടെ താഴോട്ട് ഇറങ്ങി നിന്നാ മതി. എന്നെ പെട്ടിക്കകത്തിട്ട് പൂട്ടിയാ എനിക്ക് ശ്വാസം മുട്ടില്ലേ? എന്റെ ചേച്ചി, 4 സെക്കൻഡ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ചത്തുപോവോ? പറയാനൊക്കില്ലല്ലോ. എന്നാ ചാവട്ടെ. ദേ, ചേച്ചി അകത്ത് കയറുന്നു, രംഗുൻ ചേട്ടൻ പെട്ടി അടയ്ക്കുന്നു, ചേച്ചി കൊളുത്തു മാറ്റുന്നു, ചാടുന്നു. 4 സെക്കൻഡ് മതി. ഞങ്ങളുടെ വാടക കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ തല്ലിക്കൊന്നാൽ ഈ തല്ലിപ്പുള്ളി ഏർപ്പെടണമെന്ന് എന്നെ കിട്ടില്ലായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെണ്ണ് വേണമെന്ന് അവരും നിർബന്ധിച്ചതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തന്നെ. അപ്പൊ 5 മണിക്ക് റെഡി ആവണം, റിക്ഷ വരും. അമ്മൂമ്മയോട് ശ്രീദേവിയോട് പെട്ടെന്ന് റെഡിയാവാൻ പറ. ചേട്ടാ, ഒരു വലിയ പെട്ടിയുണ്ട്, അഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ 2 സ്ത്രീകൾ ഉണ്ടാവും, ഈ പയ്യനുണ്ടാവും. ചേട്ടൻ എങ്ങനെയെങ്കിലും എല്ലാ സംഭവ സ്ഥലത്ത് എത്തിക്കണം. ഞാൻ ഡ്രസ് ചെയ്ത് സൈക്കിളിലങ്ങ് എത്തിക്കോളാം. നീ ചെല്ലു, അവരെ വിളിക്ക്. ചെല്ലു. എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പാല് ഞാൻ കുടിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് ഇനി വിരോധം ഉണ്ടായാലും ഈ പാല് ഞാൻ കുടിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും കുടിക്കുന്നത് പോലെ അല്ല എൻ്റെ കുടി. എൻ്റെ കുടി ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ഇതാ, പാൽ ഇങ്ങനെ പിടിക്കും, സ്ട്രോ വെച്ച് ഇങ്ങനെ കുടിക്കും. ഇനി കുട്ടികൾ ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരൂ. വരൂ, ഭയപ്പെടണ്ട, വന്നോളൂ. വരൂ. ഇതൊരു മെഴുകുതിരിയാണല്ലോ. വല്ല സംശയമുണ്ടോ? അല്ല, ഇനി സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് കത്തിക്കാം. കത്തുന്നുണ്ടല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? നമുക്ക് സംശയം തീർക്കാം. ഒന്നുമില്ല. ഇനി ഈ സാധനം നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ലുക്ക് ഹിയർ. ഇനി നിരവധി സ്റ്റേജുകളിൽ ഞാൻ അവതരിപ്പിച്ച് വിജയിപ്പിച്ച എന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞാനിവിടെ കാണിക്കുകയാണ്. അപ്രത്യക്ഷയാകുന്ന സുന്ദരി, ദ വാനിഷിംഗ് ബ്യൂട്ടി. ഇതൊരു സാധാരണ പെട്ടിയാണ്. ഇതിനകത്ത് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ സുന്ദരിക്കുട്ടിയെ ഞാൻ ഈ പെട്ടിക്കകത്തിട്ട് പൂട്ടുകയാണ്. ഞാനിതാ പെട്ടി അടച്ചു പൂട്ടുകയാണ്. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഞാൻ അവളെ അപ്രത്യക്ഷയാക്കുന്നു. ദ വാനിഷിംഗ് ബ്യൂട്ടി. ശ്രദ്ധിക്കൂ. ഇനി ഈ കുട്ടിയുടെ ഒരു പൊടി പോലും നിങ്ങൾ പെട്ടിക്കകത്ത് കാണുകയില്ല. നമുക്ക് നോക്കാം.
ദേവി ഇത് ബഹളം ഉണ്ടാക്കാതിരിക്കൂ. ഇവള് പെട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ തുറന്നതാണ്. ഇനിയാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. നോക്കിക്കോളേ. അല്ലേ കുട്ടി, ഞാൻ അടക്കുകയാണ്. ഞാൻ തുറക്കുകയാണ്. റെഡി, 1 2 3. പെണ്ണിന്റെ പൊടി പോലും കാണുകയില്ല. യെസ്. ഇങ്ങോട്ട് വരരുത്, ആരും ഇങ്ങോട്ട് വരരുത്. ക്ഷമിക്കണം, ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. സത്യത്തിൽ ഞാൻ ശരിക്കുള്ളത് കാണിക്കാൻ പോവുകയാണ്. അയ്യോ, എന്തിനാണ്? ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. എത്ര വട്ടം ഞാൻ പറഞ്ഞതാ കൊളുത്തെടുക്കേണ്ടത് എങ്ങനെയാന്ന്. അകത്ത് കയറി കിടന്നിട്ട് നീ അതൊന്ന് വലിച്ചു നോക്ക്, അപ്പൊ അറിയാം. ഞാൻ നോക്കിയതാ. മോനെ മായവി എവിടെ? അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുക. ഇനി ആരെങ്കിലും പരിപാടിക്ക് വിളിക്കുമോ മുമ്മ? ഞാൻ ചതിച്ചെന്നാണ് അയാൾ പറയുന്നത്. സത്യമല്ലേ? ഈ തല്ലിപ്പള്ളി ഏർപ്പാട് ഞാൻ വരുന്നില്ലെന്ന് അമ്മമ്മയോട് പറഞ്ഞല്ലേ. ഇപ്പൊ കണ്ടോ, ഞാൻ ചതിച്ചെന്ന്. ചേച്ചിക്ക് ശാപം കിട്ടും. നീ പോടാ. അല്ലേലും ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. പാവം മായാവി. രഘുൺവാലെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടി? ശ്രീദേവിയും മാജിക്കിന് പോയിരുന്നു അല്ലേ? കാശൊക്കെ കൃത്യമായിട്ട് കിട്ടിയോ? ഓ, വേണ്ടുവോളം കിട്ടി. ഓഹോ, എന്നൊരു പാർട്ടിയൊക്കെ നടത്തണം കേട്ടോ. ഓ, എടുത്തോളൂ. വെള്ളം പിടിച്ചോളുന്നേ. എനിക്ക് ഈ 2 ബക്കറ്റിലും വെള്ളം വേണം, അതുകൊണ്ടാ പറഞ്ഞത്. ഒന്ന് നിൽക്കോ? ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ എത്ര നോക്കിയിട്ടും കൊളുത്ത് മാറിയില്ല, അതുകൊണ്ടാ. നിങ്ങളുടെ മട്ടും ഭാവം കണ്ടാത്തൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയാതിരിക്കുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നത്. ഇല്ല, ഇനി ആരും ദേഷ്യപ്പെടുത്തില്ല. ഇവിടുന്ന് പോവുകയാണ്. കുട്ടിയുടെ അച്ഛനോട് ഇനി അവധി പറയാൻ വയ്യ. പേടിക്കണ്ട, മാജിക്കിന്റെ ഈ ടിന്നും പാട്ടകളും ഒക്കെ ഇരുമ്പ് വിലക്ക് വിറ്റ് കുടിശ്ശിക തീർത്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോ എല്ലാത്തിനും കാരണം ഞാനാ അല്ലേ? അല്ല, എല്ലാത്തിനും കാരണം എന്റെ ജന്മദോഷം. സത്യമായിട്ടും ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തിയതല്ല. ആണ്. ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് അപ്രത്യക്ഷയാവാം. അതിലും നല്ലത് ഞാനിവിടുന്ന് അപ്രത്യക്ഷമാവുന്നതാണ്. വാടകയുടെ കാര്യം ഞാൻ അച്ഛനോട് പറയാം. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് വിഷമാവും. പോയില്ലെങ്കിൽ ഉണ്ടാവുന്നതിനേക്കാൾ വിഷമം ഉണ്ടാവോ പോയാല്? ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല. ഒരുത്തൻ ഇത് വഴി ഓടുന്ന കണ്ടോ? ഇല്ലല്ലോ സാർ. ഈ വഴിയാണല്ലോ വന്നത്. ഇതുവഴി ആരെങ്കിലും ഓടുന്ന കണ്ടോ? ഇല്ല സാർ, അച്ചു ആണ് സാർ. ഏതച്ചു? ഇവിടെ ഉണ്ടായിരുന്ന കേടി കീലേരി വെച്ചു. അയാൾ ജയിലിൽ ചാടി വന്നോന്ന് പേടിച്ചു പോയി. അവനൊന്നും അല്ല. അങ്ങോട്ട് പോയിട്ടില്ല സാർ. എന്നാ ഈ വഴി എന്ന് അന്വേഷിക്കാം. എന്താ എന്താ? ഇതുവഴി ആരെങ്കിലും ഓടുന്ന കണ്ടോ? ഇല്ലല്ലോ സാർ. ആരാ? ഒരു പോക്കറ്റ് അടിക്കാരൻ. കൈ കിട്ടിയതായിരുന്നു, ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. കൈ കിട്ടിയിട്ട് പിടിവിട്ട് പോയത്രേ. കള്ളന്മാരെന്ന് പറഞ്ഞാൽ 18 അടവ് പഠിച്ചിട്ടുണ്ടാവല്ലോ. പിടിച്ചു പറിക്കാരുടെ എണ്ണം ദിവസം തോറും കൂടി വരിക. മനുഷ്യന് ജീവിക്കാൻ വയ്യാണ്ടായി. പ്രൊഫസർ ഊണൊക്കെ കഴിഞ്ഞോ? കഴിച്ചെന്ന് വരുത്തി. ഒരു 5 രൂപ ഒരാളോട് കടം വാങ്ങിച്ചാണ്. ഇപ്പൊ കഴിച്ച കാലത്ത് എന്ത് ചെയ്യുന്നുള്ള പേടി കാരണം ആ രൂപ ഇപ്പോഴും പോക്കറ്റ് തന്നെ കിടക്കുക. എനിക്ക് നല്ല കാലം വന്നു എന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ എന്തായി? എനിക്ക് മോശം കാലമാണ്. ഞാൻ പ്രവചിക്കുന്നതൊന്നും ഇപ്പൊ അധികവും ഫലിക്കാറില്ല. ഞാൻ പോയി കിടക്കട്ടെ. കിടക്ക് കിടക്ക്.
സഹോദര ശബ്ദിക്കരുത്. ശബ്ദിച്ച പോലീസ് വരും. നിരപരാധിയായി എന്നെ വരെ പിടിച്ചോണ്ട് പോകും. ഞാൻ കള്ളനല്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടുമില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് വരാണെങ്കിൽ ഞാൻ വിടാം. എന്ത് ഉറപ്പാണോ? ഞാനൊരു പാവാണ്. ദയവ് ചെയ്ത് എന്റെ പോക്കറ്റ് അടിക്കരുത്. എന്റെ ഒന്നുമില്ല. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ. എന്റെ പൊന്നു സഹോദര, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ കള്ളനല്ല. മാസം അവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എന്നെ വേട്ടയാടുക. മാസാവസാനം കേസോ? ആ, ഒരു മാസം ഇത്ര കേസുകൾ ഉണ്ടാക്കി ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിൽ നിന്ന് ഉത്തരവുള്ളതാ. ആ, ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ. വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. വേണ്ട, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്തു വിടരുത്. എന്നെ പോലീസ് പിടിച്ചോണ്ടു. വിഷമിക്കാതിരിക്കൂ. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇല്ലാതെ SM തിയേറ്ററിന്റെ അവിടെ നിന്ന് ഇവിടം വരെ 3 കിലോമീറ്റർ ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെ അല്ലേ? സംശയമുണ്ടോ? പോലീസ് ഇല്ലാത്തൊരു ഭരണകൂടം ഇവിടെ വന്നേ പറ്റൂ. അതെ 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 അതെ. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്ന് പോകുന്നില്ലല്ലോ. പട്ടിണി കിടക്കണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഓ, വലിയ ഉപകാരം. ഓ, അമ്മേ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാനാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട്. പുറത്തിറങ്ങണ്ട. കഴിച്ചോളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. എന്റെ എന്ത് പ്രശ്നം? അല്ല, വിശപ്പിന്റെ പ്രശ്നം. പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ. ഓഹോ, അങ്ങനെ. ഇവിടെ ഫാനില്ലല്ലേ? അയ്യോ ഇല്ലല്ലോ. നല്ല ചൂടാ. ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ഏപ്രിൽ മെയ്. ഓഹോ, അത് ശരി. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥവും ഇല്ല. ആട്ടെ സഹോദര, നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ എന്തായി? യുദ്ധം തീർന്നിട്ട് കാലത്രേ അറിഞ്ഞില്ലേ? യുദ്ധം തീർന്നോ? ഞാൻ പത്രം വായിച്ചിരുന്ന ആള് പറയേ. അയ്യോ, ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? ഞാനാണ് സാർ. കള്ളൻ ഇതാ. അയ്യോ സാർ, എടാ ചതിയാ, ദ്രോഹി, തെണ്ടി, വഞ്ചക, നിന്നെ എന്നെ എടുത്തോളാം. അയ്യോ സാർ, ഞാൻ ആരുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല. അയ്യോ, എന്നെ അടിക്കരുത്. അയ്യോ.